നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. നാവികസേനയ്ക്ക് പകരം സ്ഥലം നൽകിയതോടെ ഭൂമി തർക്കം പരിഹരിക്കപ്പെട്ടു. വാസ്കോയിലെ രാം മന്ദിർ, കാളി മന്ദിർ, സിറിയൻ ഓർത്തഡോക്സ് പള്ളി എന്നിവയിലേക്കുള്ള പൊതുജന പ്രവേശനവുമായി ബന്ധപ്പെട്ട ദീർഘകാല ഭൂമി തർക്കം മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെയും വാസ്കോ MLA കൃഷ്ണ സാൽക്കറിന്റെയും ഇടപെടലിനെ തുടർന്ന് സൗഹാർദ്ദപരമായി പരിഹരിക്കപ്പെട്ടു. ഭൂമിയുടെ ഉടമസ്ഥാവകാശവും സുരക്ഷാ മാനദണ്ഡങ്ങളും സംബന്ധിച്ച് ഇന്ത്യൻ നാവികസേന പ്രവേശനം നിയന്ത്രിച്ചതാണ് തർക്കത്തിന് കാരണമായത്. 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആരാധനാലയങ്ങളാണ് ഇവയെന്നും MLA സാൽക്കർ പറഞ്ഞു. സാൽക്കർ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് നടന്ന ചർച്ചകളിലാണ് ആരാധനാലയങ്ങളിലേക്കുള്ള പ്രവേശനം തടസ്സമില്ലാതെ തുറന്നുകൊടുക്കാൻ തീരുമാനമായത്. ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ അപേക്ഷ പ്രകാരമാണ് നേവിയുടെ ഫ്ലാഗ് ഓഫീസർ അഥവാ ഫോഗയോട് തീരുമാനം അറിയിച്ചത്. നാവികസേനയ്ക്ക് ഇതിനു പകരം വേറെ ഭൂമി അനുവദിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ആരാധനാലയങ്ങളിലേക്ക് തടസ്സമില്ലാതെ പ്രവേശനം ഉറപ്പാക്കി. ദേശീയ സുരക്ഷയും പൊതുജന വികാരങ്ങളും സന്തുലമാക്കിയതിന് മുഖ്യമന്ത്രിക്കും ഫോഗയ്ക്കും സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പള്ളിയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുത്ത ബോബൻ വർഗീസ് നന്ദി അറിയിച്ചു. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, റെയിൻകോട്ട് അലവൻസ് സർക്കാർ വിതരണം ചെയ്യുന്നു. ഗോവയിലെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് 1ഉം 3ഉം ക്ലാസുകളിലെ ഏകദേശം 9200 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ യൂണിഫോമും റെയിൻകോട്ടും വാങ്ങുന്നതിനായി ഓരോ വിദ്യാർത്ഥിക്കും 1100 രൂപ വിതരണം ചെയ്തു തുടങ്ങി. ഈ സാമ്പത്തിക സഹായം വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നു. സ്കൂൾ യൂണിഫോമിന്റെയും മഴക്കാല സുരക്ഷയ്ക്കായുള്ള റെയിൻകോട്ടിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കാൻ ഈ തുക സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. മഡ്ഗാവിന്റെ ഹൃദയഭാഗത്ത് പെട്രോൾ പമ്പുകൾ തുടരുന്നു. സ്ഥലം മാറ്റ പദ്ധതി മന്ദഗതിയിൽ. മഡ്ഗാവിന്റെ കേന്ദ്രഭാഗത്തുള്ള പെട്രോൾ പമ്പുകൾ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ നഗരത്തിന്റെ പുറം ഭാഗങ്ങളിലേക്ക് മാറ്റാനുള്ള പദ്ധതി വർഷങ്ങളായി ചർച്ചയിലാണ്. പക്ഷേ പുരോഗതിയില്ല. 7ഓളം പെട്രോൾ പമ്പുകൾ നഗരമധ്യത്തിൽ തുടരുന്നു. ഇത് ഗതാഗത തിരക്കിന് കാരണമാകുകയും ചെയ്യുന്നു. പുതിയ പമ്പുകൾ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ തുറന്നെങ്കിലും ഫറ്റോഡ, ഓൾഡ് മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ ഇന്ധന സൗകര്യമില്ല. അധികാരികൾ പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. മൺസൂൺ. സെലോലിം ഡാം നേരത്തെ നിറഞ്ഞു. സൗത്ത് ഗോവയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ സെലോലിം ഡാം മുൻവർഷത്തെ അപേക്ഷിച്ച് 12 ദിവസം നേരത്തെ നിറഞ്ഞു. മെയ് 25-ന് മൺസൂൺ നേരത്തെ എത്തിയതിനാൽ തുടർച്ചയായ മഴ ഡാമിന്റെ ശേഷി നേരത്തെ പൂർത്തിയാക്കി. ജൂലൈ 7-നാണ് സാധാരണ ഡാം നിറയാറുള്ളത്. ഈ നേട്ടം ജലസേചനം, കുടിവെള്ള വിതരണം, ഭൂഗർഭ ജല നിറയ്ക്കൽ എന്നിവയ്ക്ക് ഗുണകരമാണ്. ഡാമിന്റെ ഡക്ബിൽ സ്പിൽവേ ജലനിയന്ത്രണത്തിന് സഹായിക്കുന്നു. സംഗോല സ്കൂളിലെ വ്യാജ ബോംബ് ഭീഷണി രക്ഷിതാക്കളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. സംഗോലയിലെ മൗണ്ട് ലിറ്ററ സി സ്കൂളിൽ ബുധനാഴ്ച രാവിലെ 9:15-ന് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതോടെ രക്ഷിതാക്കളിൽ പരിഭ്രാന്തി പടർന്നു. പ്രിൻസിപ്പൽ സന്ധ്യ വെങ്കടേഷ് ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. മൊർമുഗാവ് പോലീസും ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡും സ്കൂൾ പരിശോധിച്ചു. വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലേക്ക് മാറ്റി ബാഗുകൾ പരിശോധിച്ചു. ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം തുടരുന്നു. 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്ര. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭൻഷു ശുക്ല 41 വർഷത്തിന് ശേഷം ബഹിരാകാശ യാത്രയിൽ പങ്കാളിയായി. ബുധനാഴ്ച എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ ഡ്രാഗൺ വാഹനത്തിൽ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. നാസയിലെ മുൻ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബഹിരാകാശ യാത്ര നടത്തുന്നത്. 85 ദിവസങ്ങൾക്ക് ശേഷം ബോണ്ട്ല സൂ വീണ്ടും തുറന്നു. ഗോവയിലെ ഏക വന്യജീവി സങ്കേതമായ ബോണ്ട്ല സൂ ഏപ്രിൽ 1 മുതൽ 85 ദിവസത്തെ അടച്ചിടലിന് ശേഷം ബുധനാഴ്ച വീണ്ടും തുറന്നു. 5 മൃഗങ്ങളുടെ മരണത്തെ തുടർന്ന് ഏവിയൻ ഇൻഫ്ലുവൻസ പരിശോധനയ്ക്കായി സൂ അടച്ചിരുന്നു. ഭോപ്പാലിലെ NHSADയിൽ നിന്നുള്ള 2 തുടർച്ചയായ നെഗറ്റീവ് ടെസ്റ്റ് റിപ്പോർട്ടുകൾക്ക് ശേഷം വനം മന്ത്രി വിശ്വജിത് റാണെ സൂ വീണ്ടും തുറക്കുന്നതായി പ്രഖ്യാപിച്ചു. 82 ഗ്രൂപ്പ് സി തസ്തികകൾ സർക്കാർ റദ്ദാക്കി. ഗോവ സർക്കാർ 2023 നവംബറിൽ ആരംഭിച്ച VRS പദ്ധതിയിൽ 82 ഗ്രൂപ്പ് സി ജീവനക്കാർ സ്വമേധയാ വിരമിച്ചതിനാൽ ഈ തസ്തികകൾ റദ്ദാക്കി. പോലീസ് വകുപ്പിൽ 30 പേർ ഉൾപ്പെടെ 45 വയസ്സിന് മുകളിലുള്ളവർ പ്രധാനമായും ആരോഗ്യ കാരണങ്ങളാൽ VRS തിരഞ്ഞെടുത്തു. 2024 ഫെബ്രുവരിയിൽ 20 വർഷം സേവനം പൂർത്തിയാക്കിയ 45 വയസ്സിന് താഴെയുള്ളവർക്കും പദ്ധതി വിപുലീകരിച്ചു. ഒഴിവായ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തില്ല. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.